വയനാട് കുറിച്യർമല, പിണങ്ങോട്, മൂരിക്കാപ്പ്, അമ്പുകുത്തിമല, എടക്കൽ ഗുഹ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. പ്രകമ്പനം ഉണ്ടായതായി ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആളുകളെ ഒഴിപ്പിക്കുകയാണ്. കോഴിക്കോട് കൂടരഞ്ഞി ഭാഗത്തും ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു. ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിന്റെ ഒരു പ്രദേശം. ഇന്നിപ്പോൾ വയനാട് കുറിച്യർമലയിലും പിണങ്ങോട്, മൂരിക്കാപ്പും, അമ്പുകുത്തിമലയിലും എടക്കൽ ഗുഹ പ്രദേശങ്ങളിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. പ്രകമ്പനം ഉണ്ടായതായി ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആളുകളെ ഒഴിപ്പിക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ നടക്കുന്നു. വിവരങ്ങൾ നൽകാൻ ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, വയനാട്ടൊപ്പം തന്നെ കോഴിക്കോടും ഭൂചലനത്തിന്റെ അത്തരത്തിലുള്ള ഒരുപക്ഷെ സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സാഹചര്യം. കൂടരഞ്ഞി ഭാഗത്തും ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. അവിടെ എന്ത് സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്? ദിസ്ന, എന്താണ് പറയാനുള്ളത്? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ശബ്ദം കേട്ടതായി നാട്ടുകാർ സ്ഥിരീകരിക്കുന്നത്. കൂടാതെ തന്നെ മുക്കം, മണാശ്ശേരി, ബത്തേരി, വൈത്തേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നത്. കൂടാതെ കോഴിക്കോട് കൂടരഞ്ഞി ഭാഗത്തും ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ടതായാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ തന്നെയും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടതായി ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി, മുക്കം, മണാശ്ശേരി, വൈത്തേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നത്. എന്തായാലും അധികൃതരെയൊക്കെ തന്നെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അധികൃതർ എത്തിയതിനു ശേഷം മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും വയനാടിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രദേശം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഒരു മല ഇറങ്ങി വന്നാൽ ഈ പ്രദേശത്തേക്കൊക്കെ എത്താൻ കഴിയും. അപ്പോൾ വയനാട് സംഭവിച്ചതിന്റെ ബാക്കി ഭാഗമായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ള ശബ്ദം ഉണ്ടായിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകാൻ കഴിയുകയുള്ളൂ. ലക്ഷ്മി. യെസ്, ദിസ്ന തുടരുമ്പോൾ ഐസൻ കൂടി ചേരുന്നുണ്ട്. ഐസൻ, ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ വീണ്ടും ആശങ്കയായ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദവും പ്രകമ്പനവും ഒക്കെ അനുഭവപ്പെട്ടല്ലോ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രകമ്പനം ഉണ്ടായതായും. അവിടെ സ്കൂളിനൊക്കെ അവധി നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഐസൻ? ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി ഈ പ്രകമ്പനം സംബന്ധിച്ച് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ ശാസ്ത്രജ്ഞൻ OP മിശ്ര ജനം ടിവിയോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഒരു ഭൂകമ്പമല്ല. 6R, അതായത് 6RS എന്ന് പറയുന്ന റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിലുള്ള ഭൂകമ്പ മാപിനിയിലോ കേരളത്തിലെ ഒരു ഭൂകമ്പ മാപിനിയിലോ ഇത്തരത്തിലൊരു ഭൂകമ്പം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം എടുത്തു പറയുന്നത്, നമുക്കറിയാവുന്നതാണ്, ഈ ഒരു മണ്ണിടിച്ചിൽ മലയുടെ മുകളിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു തരക്കേടില്ലാത്ത സൈസുള്ള ഒരു ഭൂമിയുടെ ഭാഗം മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണതിന്റെ ശബ്ദമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് എത്തിപ്പെടുന്ന ഈ മലയിടുക്കുകളിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായും അതൊരു ട്രമറായി അല്ലെങ്കിൽ ഒരു ശബ്ദമായി പുറത്തേക്ക് വരാനും ആ ശബ്ദത്തിന്റെ അലയൊലി ഉണ്ടായതായിരിക്കാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ടെലിഫോൺ കോൾ റെക്കോർഡ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് ഒരു ഭൂകമ്പമല്ല എന്ന് വളരെ കൃത്യമായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയും അതുപോലെ തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമികുലുക്കത്തിന് സമാനമായ ഒരു ശബ്ദമുണ്ടായി എന്ന് മാത്രമേ അവരും സ്ഥിരീകരിക്കുന്നുള്ളൂ. ഒരു സീസ്മിക് ആക്ടിവിറ്റി അവിടെ നടന്നു എന്ന് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇതുവരെ ഒരു ഇടങ്ങളിൽ നിന്നും വന്നിട്ടില്ല. ഭൂകമ്പം എന്ന് പറയാവുന്ന ഒരു പ്രശ്നം അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയും അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിവരങ്ങളിൽ നിന്ന് അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നിരവധി മേഖലകളിലും അതുപോലെ ഈ അമ്പുകുത്തിയുടെ പരിസരങ്ങളിലുമെല്ലാം തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അടിയന്തരമായി പാഠം പഠിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നാട്ടുകാരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അത്തരം നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും റവന്യൂ ഉദ്യോഗസ്ഥർ ഇതെല്ലാം തന്നെ ഒരു ദുരന്ത മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ നടപടികളും അവിടെ ജില്ലാ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും നടത്തുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഉണ്ടായിരിക്കുന്നത് വലിയൊരു കഷണം ഭൂമി, അതായത് മണ്ണിന്റെ ഒരു കഷ്ണം ചെറിയ കഷ്ണം പാറകൾ ഉണ്ടാകുന്ന ഒരു ഭൂമിയുടെ ഭാഗം താഴേക്ക് ഇടിഞ്ഞു വീണതായിരിക്കാം. അത്തരത്തിൽ ഇടിഞ്ഞു വീഴുമ്പോൾ ഇത്തരത്തിലൊരു ശബ്ദം ആ പ്രദേശങ്ങളിൽ ഒരു മുഴക്കം പോലെ നമുക്ക് അനുഭവപ്പെടാമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. OP മിശ്രയുടെ വിശദീകരണമാണ് ഇത്. അതുകൊണ്ട്
തന്നെ സിസ്മോളജി സെന്ററിലെ ശാസ്ത്രജ്ഞന്റെ വിശദീകരണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പേടിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭയക്കേണ്ട സാഹചര്യമില്ല എങ്കിലും ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുകയും അടിയന്തരമായി ആ കാര്യത്തിൽ ഒരു തീരുമാനം, ദുരന്ത നിവാരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു തീരുമാനം എടുക്കുകയുമാണ് ജില്ലാ കളക്ടർ ചെയ്തത്.